ഇടുക്കി കുമളിയിൽ 11 കൊല്ലങ്ങൾക്ക് മുമ്പ് 5 വയസ്സുകാരൻ ഷെഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കോടതി വിധി ഇന്ന് വരും. ഷെഫീഖിന്റെ പിതാവ് ഷെരീഫ്, രണ്ടാനമ്മ അലീഷ എന്നിവരാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. തൊടുപുഴ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ വിധി പറയുക. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാഹുൽ, ശരിക്കും ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു കേസാണത്. അവസാനം അതിൻ്റെ വിധി വരുന്നു. അതെ, 2013 ഈ സംഭവം നടക്കുന്നത്. നാടിനെ നടുക്കിയ ഒരു കൊടും ക്രൂരതയായിരുന്നു. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഷെഫീഖിനെ രണ്ടാനമ്മയും പിതാവും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച അവസ്ഥയിൽ കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ ജൂലൈ 15 എത്തിക്കുകയായിരുന്നു. 2013 ആദ്യഘട്ടത്തിൽ കൊച്ച് ഓടിക്കളിച്ചപ്പോൾ വീട്ടുമുറ്റത്ത് വീണ് അപകടം പറ്റിയതാണ് എന്ന മറുപടിയായിരുന്നു പിതാവ് ഡോക്ടർമാർക്ക് നൽകിയത്. പക്ഷേ ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് പിന്നീട് ആ നാടിനെ നടുക്കിയ അല്ലെങ്കിൽ ആ കൊടും ക്രൂരതയുടെ ചുരുളഴിയിക്കുന്ന അല്ലെങ്കിൽ കൊടും ക്രൂരത പുറം ലോകം അറിയിക്കുന്നത്. ഭക്ഷണം പോലും കഴിക്കാതെ 6 മാസത്തോളം ഭക്ഷണം പോലും കൊടുക്കാതെ എല്ലും തോലുമായ ശരീരമായിരുന്നു ആ കുട്ടിയുടേത്. പിന്നീട് കുമളി പോലീസ് 2013 തന്നെ കേസെടുക്കുകയും ചെയ്തു. ഇതിന്റെ വാദം തുടങ്ങുന്നത് 2022 എന്തായാലും ഇന്ന് അതിന്റെ വിധി വരികയാണ്. വധശ്രമം, പൊള്ളലേൽപ്പിക്കൽ, അതുപോലെ തന്നെ ക്രൂരമർദ്ദനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ പിതാവിനും രണ്ടാനമ്മയ്ക്കുമെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഇന്ന് തൊടുപുഴ സെഷൻസ് കോടതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പറയുന്നത്. 2013 ശേഷം ഈ കുട്ടിക്ക് ക്രൂരമായ മർദ്ദനമേറ്റതിന് ശേഷം ആ കുട്ടിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നില്ല. തലച്ചോറിനേറ്റ വലിയ ക്ഷതം ആ കുട്ടിയുടെ മാനസിക വളർച്ചയെ പൂർണ്ണമായും ഇല്ലാതാക്കി. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ് ആ കുട്ടി കഴിയുന്നത്. ആ കുട്ടിക്കൊരു ആയയുണ്ട്, രാഗിണി എന്നാണ് പേര്. അല്ലസർ കോളേജ് ഈ ഷെഫീഖിനെയും രാഗിണിയെയും 2016 ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അവരിപ്പോൾ തൊടുപുഴയിലാണ് കഴിയുന്നത്. ഈ രാഗിണിയുടെ ഒരു വലിയ പ്രതീക്ഷയുണ്ട്, ആ കുട്ടിക്ക് നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ രാഗിണി, ആ വളർത്തമ്മ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഷെഫീഖിന് നീതി കിട്ടും. ഈ ഷെരീഫിനും അലീഷയ്ക്കും, ഈ രണ്ടാം അമ്മയ്ക്കും പിതാവിനും തക്കതായ ശിക്ഷ ലഭിക്കും അല്ലെങ്കിൽ വിധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നാടും എല്ലാവരും തന്നെ ഉള്ളത്. SK